എന്തടാ നിന്നോടൊന്നും കൂടാൻ വേണ്ടിയൊന്നുമല്ല ഞാൻ ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തത്. ഓഹോ, യു നോ ഇറ്റ്സ് എൻ ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റ്. ഖജുരാഹോയിലെ എക്സ് മ്യൂസിക്കിനേക്കാളും തിരുനെൽവേലിയിലെ ഈ കാറ്റിന്റെ ഗന്ധമാണ് എനിക്കിഷ്ടം മോനെ. ഗീന, കൊച്ചിന്ന് ഇവിടെ എത്തിയിട്ട് ഇപ്പൊ ഷാർപ്പ് 9 hours ആയി. അപ്പോഴത്തേക്ക് അവിടെ മലയാളി മങ്കിയായിപ്പോയി. अरे भाई ये आवाज बंद करो. क्या म्यूजिक है. ചലനെ ദോ യാർ. ഈ പട്ടൊരാളെങ്ങനെ അറിയോ? നോയാർ, വലിയ സംസ്കൃതി അവാർഡ് കിട്ടിയ ആളല്ലേ. ഹി മസ്റ്റ് ബി ഇൻട്രസ്റ്റിംഗ്, മേ ബി ഫണി. റിയലി? അച്ഛാ, നിങ്ങൾക്കറിയാലോ എൻ്റെ ഒരു വലിയ ഡ്രീമാണ് ഈ പ്രോജക്റ്റ്. ഓ യെസ്. മിസ്റ്റർ ജോൺ BBC-ലെ പ്രോഗ്രാം പ്രൊഡ്യൂസർ എന്നോട് ഹിന്റ് ചെയ്തിരുന്നു, ജെനറ്റിക്സിനെ അന്വേഷിച്ച് പോകുമ്പോൾ ആദ്യം തിരയേണ്ടത് മ്യൂസിക്കിനെയാണെന്ന്. ഗോത്തിക് കൾച്ചറുള്ള ആദിമ മനുഷ്യന്റെ ആദ്യത്തെ ടെൻഷൻ റിലാക്സിംഗ് വെപ്പൺ എന്താണെന്ന് അറിയാമോ മക്കളെ? അവന്റെ മ്യൂസിക്. അപ്പൊ അത്യാവശ്യം വിവരമൊക്കെ ഉണ്ട്. നിർത്തറ. യെസ്, ബട്ട് വി വിൽ ഡു ഇറ്റ്. യെസ്, ദാറ്റ്സ് ഇറ്റ്. വാങ്ങോ. Wow, beautiful. It's really interesting. ये कौन है? I'm sorry. Hindi. Da. चूतिया आदमी. എന്തുവാടാ? ആർക്കിയോളജിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള ബിൽഡിംഗ് ആണല്ലോ ഇത്. അധികമൊന്നുമില്ല, ഒരു 100-150 വർഷം പഴക്കം, അത്രേ ഉള്ളൂ. അപ്പ അറിയപ്പെടുന്ന ഒരു മ്യൂസിഷ്യൻ ആയിരുന്നു, മംഗലത്ത് ദേവനാരായണ ഭാഗവതർ. Yes, I've heard a lot. Great Carnatic musician. സൂക്ഷിച്ച്. Okay. साले पटर साले. അലൈപായുദേ കണ്ണാ എൻ മനം ഉന്നാനന്ദ മോഹന വേണുഗാനമതിൽ അലൈപായുദേ. സത്യഭാമേ. കോമ അവളുടെ ഒരു വേഷം പടുതി. അയ്യേ, പെണ്ണുങ്ങൾ വീടി വലിക്കൂ. ഷോർട്ടിടാ, അതൊരു ഹരിയേട്ടനോ. ഇത്തരം കാര്യങ്ങളൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല. പിന്നെ നിങ്ങൾ തരുന്ന പണവും എനിക്ക് പ്രശ്നമല്ല. പിന്നെ ശരിക്കുണ്ടല്ലോ. പിന്നെ ഈ പണം കൊണ്ട് തന്നെ മേടിക്കണം എന്ന് വിചാരിച്ചാ അതൊന്നും നടക്കില്ല. എന്നാര് പറഞ്ഞു? ഇത് അവൾക്ക് കൊടുക്കാം. ഞാൻ ആരോ മോള്. തറയിലിട്ട് കുച്ചിപ്പുടി കളിക്കാ വേണ്ടത്. ആ പിന്നെ പോട്ടെ. ഹരി, It's very old, അല്ലേ? But it's nice. Thank you. സത്യഭാമ. ഇതും നല്ലൊരു റിസർച്ച് വർക്ക് ആണല്ലോ. സോ മിസ്റ്റർ ഹരി, ഇതെന്റെ ഒരു ഡ്രീം പ്രോജക്റ്റ് ആണ്. ILF മ്യൂസിക് തെറാപ്പി സെന്റർ, ഒരു ഫ്രഞ്ച് കൊളാബറേഷൻ.
ആക്ച്വലി ഹരി കാണാത്ത ഒരു ആസ്പെക്ട് ഹരിയുടെ റിസർച്ച് വർക്കിനുണ്ട്. നിങ്ങളുടെ ട്രൈബൽ മ്യൂസിക് റിലാക്സിംഗ് തെറാപ്പിക്ക് ഒരു ബെസ്റ്റ് മെഡിസിൻ ആയിരിക്കും. സോ മിസ്റ്റർ ഹരി, വാട്ട് ഐ മെന്റ് ഇസ് ഈ റിസർച്ച് വർക്ക് ഒരുപാട് പേർക്ക് ഹെൽപ്ഫുൾ ആവും. അതിന് സംഗീതം ഒരു വിൽപ്പനച്ചരക്കല്ലല്ലോ. ഞാനും കുറെ ഇതിന്റെ പിന്നാലെ ഓടിയിട്ടുള്ളതാ. ആന്റണിയോ സാൽവിയുടെ മാസ് ഓഫ് ഡെത്ത് സിംഫണിയാ, കേട്ടിട്ടുണ്ടോ? അമത്യോസ് എന്ന ചലച്ചിത്രത്തിന്റെ സംഗീതമാണത്. പക്ഷെ ഗീന, നിന്റെ ഒരു സിംഫണിക്കും പുല്ലാങ്കുഴലിന്റെയോ സരോദന്റെയോ നാദഗോപുരങ്ങളെ ഭേദിക്കാനാവില്ല. ഞാൻ മ്യൂസിക്കിന്റെ സയൻസ് ആണ് സംസാരിക്കുന്നത്, അല്ലാതെ വൈകാരികതയല്ല. ഈ എല്ലാത്തിനും ഒരു ലോജിക്കിന്റെ ചട്ടക്കൂടിലേക്ക് ഒതുക്കാൻ ശ്രമിക്കുന്നത് നീ മഠയാണ്. സംഗീതം അതെന്നും അത് യുക്തികൾക്കും അപ്പുറമാണ്. കിന, നീ തിരുവയ്യാറ് പോയിട്ടുണ്ടോ? കാവേരിയുടെ ജലതീരത്ത് നിനക്ക് ചെറിയൊരു കോവിൽ കാണാം. ആരുടേതാണെന്ന് തെരിയുമാ? ത്യാഗരാജസ്വാമികളുടേത്. അങ്ക നിൽക്കുമ്പോ നീ ഒരു രാഗവും താളവും അറിയണ്ട. പാര്, അങ്ക മനസ്സറിഞ്ഞൊന്ന് തൊഴുതു നിന്നാ പോതും. കാവേരിയുടെ ഓളങ്ങളിൽ നിനക്ക് കച്ചബൈ വീണയുടെ നാദം കേൾക്കാം. സപ്തസ്വരങ്ങളുടെ ആരോഹണ അവരോഹണങ്ങൾ നിന്റെ ആത്മാവിലേക്ക് അഗ്നിയായി പടർന്നു കയറുന്നത് നിനക്ക് തിരിച്ചറിയാം. അവിടെ എന്നമ്മാ സയൻസ്? യെസ്, ഇങ്ങനെ ഒരാളെയാണ് ഞാൻ തേടി നടന്നത്. പ്ലീസ് എന്നെ നിരാശപ്പെടുത്തരുത് ഹരി. ഈ പ്രോജക്റ്റ് ഞങ്ങളോടൊപ്പം ഉണ്ടാവണം, ഒരു പാർട്ട്ണറായിട്ട്. ஏங்க எத்தனை வாட்டி தான் சொல்றது? வீட்ல இருந்து வீடி பழிക്കാൻ പാടില്ല ഞാൻ 100 തവണ പറഞ്ഞിട്ടുണ്ട്. നശിപ്പിക്കാനായിട്ട് ഒന്ന് വന്നോളൂ. മന്നിച്ചിടുங்க. അവന്റെ നിപ്പം പാവം കണ്ടോ മതി. ഹേ ബാവുൾ ഗായക, നീ പ്രണയത്തെക്കുറിച്ചും പ്രണയിനിയെക്കുറിച്ചുമൊക്കെ ഇത്ര പാട്ട് പാടിയിട്ടും എന്തേ നിന്നെ മാത്രം ആരും പ്രണയിച്ചില്ല?
കള്ളി